PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള സർക്കാർ തീരുമാനത്തിൽ CPI മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തും. പദ്ധതിയുടെ ഭാഗമാകേണ്ടതില്ല എന്ന പാർട്ടി നിലപാട് മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ബിനോയ് വിശ്വത്തിന്റെ വീട്ടിൽ CPI മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ആരംഭിക്കുന്ന CPI സംസ്ഥാന നേതൃയോഗങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈൻലാബ്ദീനും ഒപ്പം വിജിൻ വായന്തോടും ചേരുന്നു. ആദ്യം സൈഫ്, ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണോ മുഖ്യമന്ത്രിയുടെ CPIM-ന്റെ ഇപ്പോഴത്തെ ആലോചന? അതിൽ ക്യാബിനറ്റിലും പുറത്തും വരുന്ന എതിർപ്പിനെ അവരെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? ഈ വിഷയം ക്യാബിനറ്റിന്റെ ഇന്നത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അജണ്ടയിൽ ഉൾപ്പെടുത്താതെ തന്നെ ഈ വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാർട്ടിയുടെ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തണം എന്ന നിർദ്ദേശം ഇന്ന് രാവിലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ട്. 4 മന്ത്രിമാരുമായി ബിനോയ് വിശ്വത്തിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ കൂടിക്കാഴ്ച നടന്നു. പാർട്ടിയുടെ എതിർപ്പ് എന്താണോ അത് അതേപടി രേഖപ്പെടുത്തുക എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത്. അത് അജണ്ടയിൽ ഉൾപ്പെടുത്താതെ ആ വിഷയം എന്തായാലും വരില്ല. ഇനി ഔട്ട് ഓഫ് അജണ്ടയായിട്ട് അത് വരേണ്ട കാര്യവുമില്ല. ഇനി മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ വന്ന വിഷയങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ എതിർപ്പുണ്ട് എന്നുള്ള നിലപാട് CPIയുടെ മന്ത്രിമാർ പ്രകടിപ്പിക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിൽക്കേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് CPI സ്വീകരിച്ചിട്ടുള്ളത്. കാരണം 2 മാസം മുമ്പ് നടന്നൊരു മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വന്നപ്പോൾ അന്ന് കൃഷിമന്ത്രി P. പ്രസാദാണ് അതിനകത്ത് എതിർപ്പ് രേഖപ്പെടുത്തിയത്. പിന്നെ റവന്യൂ മന്ത്രി K. രാജൻ പിന്നീട് ഒരു മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരുമ്പോൾ അതിനകത്ത് എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അന്ന് ഇവരുടെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് അത് മാറ്റിവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അതെന്നാൽ പിന്നീട് നമുക്ക് പരിഗണിക്കാം, ചർച്ച ചെയ്ത് പരിഹരിച്ച ശേഷം പരിഗണിക്കാം എന്നുള്ള തീരുമാനമെടുത്തത്. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ഒരു ചർച്ചയും കൂടാതെ CPIയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചയോ മുന്നണി തലത്തിലുള്ള ചർച്ചയോ ഒന്നും നടക്കാതെ തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു ഒപ്പിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുള്ള വിയോജിപ്പ് CPIക്ക് കടുത്ത രീതിയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ തീരുമാനമെടുത്തത് എന്നതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കാക്കിയെടുക്കാൻ കഴിയുന്നില്ല. നിഷാദ്, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് CPIയുടെ എതിർപ്പുണ്ടെങ്കിലും അത് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാനോ കഴിയില്ല. CPI അക്കാര്യത്തിൽ എതിർപ്പ് ഉന്നയിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് മാറ്റിവെക്കാൻ സർക്കാർ ആലോചിക്കുന്നില്ല. കാരണം ആ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ പിണറായി വിജയൻ പരമാവധിയിൽ പോകുന്നതാണല്ലോ നമ്മൾ സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. വിജിൻ വായന്തോട് എന്നോടൊപ്പം ഉണ്ട്. വിജിൻ, വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന ജസ്റ്റിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ന്യായവാദങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച നടത്തുകയും അതിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥി സംഘടനകളും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയും ആ അഭിപ്രായം സർക്കാർ മുഖവിലേക്ക് എടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് വിദ്യാർത്ഥി സംഘടനമായ ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെയാണ് ഈ പ്രോജക്റ്റുമായിട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നത്. ഒന്ന്. രണ്ടാമത് ഇപ്പോൾ നോക്കൂ, ഇവിടെ മലബാറിൽ നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ലാത്ത ഇടുക്കത്തിൽ എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. സോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ കാര്യത്തിലുള്ള പൊസിഷനും അവരുടെ ന്യായീകരണവും എന്താണ്? നിഷാദ്, എന്ത് തരത്തിലുള്ള എതിർപ്പ് ഉയർന്നാലും പദ്ധതിയിൽ ചേരുക എന്ന നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉറച്ചു നിൽക്കുന്നത്. കാരണം ഇതിൽ ന്യായീകരണമായി പറയുന്നത് ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കുറെ കാലമായി ആലോചനകൾ നടന്നു, മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായി, അതിൽ ഉള്ള ചർച്ചകളുടെ ഭാഗമായി ഒരു സമവായത്തിലെത്താനുള്ള നീക്കം നടത്തി, ഒപ്പം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം ഉണ്ടായി. മറ്റ് തരത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായുള്ള ആലോചനകൾ പലവട്ടം നടന്നു. നേരിട്ട് മന്ത്രി തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ചർച്ച നടത്തി. പക്ഷേ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര സർക്കാർ വഴങ്ങാത്ത സാഹചര്യത്തിൽ, ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 1500ഓളം കോടി രൂപ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത്. അക്കാര്യം നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ് LDFലോ മന്ത്രിസഭയിലോ ഒന്നും ആലോചിക്കാതെ ഈ പദ്ധതിയിൽ ചേരാനുള്ള ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നത്. കഴിഞ്ഞ കുറെ കാലം
കാലമായി, അതായത് 2024 മുതൽ ഇക്കാര്യത്തിലുള്ള ആലോചനയും ഒപ്പം തന്നെ തങ്ങൾ PM ശ്രീയുടെ ഭാഗമാകാം. പക്ഷേ വിദ്യാഭ്യാസ നയം, അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അവർ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ആദ്യം മുതൽ മുന്നോട്ട് വെച്ചത്. അതുതന്നെയാണ് മന്ത്രി ഇപ്പോഴും വ്യക്തമാക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ചേർന്നാൽ NCERT പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു ആശങ്ക വേണ്ട എന്ന കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അവർ പറയുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് SCERT പാഠപുസ്തകങ്ങളാണ് കേരളത്തിൽ പഠിപ്പിക്കുന്നത്. അതിൽ ഈ വർഗീയ അജണ്ടകൾ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒപ്പം തന്നെ NCERT ഉപേക്ഷിച്ച, മാറ്റിവെച്ച, ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഒക്കെ ബദൽ നയം രൂപീകരിച്ച് SCERT പഠിപ്പിക്കുന്നുണ്ട്. ആ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകും. ഒരു തവണ കൂടി ഇനി ചെയ്യാൻ പോകുന്ന ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിൽ സെയ്ബ് സൂചിപ്പിച്ചതുപോലെ അജണ്ടകൾക്ക് പുറമെ ഈ വിഷയം ചർച്ചയാവുകയും CPIയെ അനുനയിപ്പിക്കാനൊരു നീക്കം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അടുത്ത ആഴ്ച വീണ്ടും ഒരു തവണ കൂടി ഡൽഹിയിലെത്തി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്ക് നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാസുകി വിദ്യാഭ്യാസ സെക്രട്ടറി അവർ ഡൽഹിയിലെത്തി ചർച്ച നടത്തുമ്പോൾ വ്യക്തമാക്കാൻ പോകുന്നത് NCERTയിലെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കണമെന്ന നിബന്ധന അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വീണ്ടും ആവർത്തിക്കും. പക്ഷേ ഈ പ്രൈം മിനിസ്റ്റർ മോദിയുടെ, പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച PM ശ്രീയുടെ ബോർഡ് സ്ഥാപിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു നിലപാട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെക്കും. അതിൽ ഒരുപക്ഷെ വഴങ്ങാൻ CPIക്ക് തയ്യാറാകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പണം നഷ്ടപ്പെടുത്തരുത്, SSKക്ക് ഉൾപ്പെടെ ലഭിക്കാനുള്ള തുകയാണ് ഇത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷമായി ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CPIയിലെ വകുപ്പുകൾ, അതായത് CPI മന്ത്രിമാർ ഉള്ള വകുപ്പുകളിൽ തന്നെ കേന്ദ്ര പദ്ധതികൾ ഇങ്ങനെ അവരുടെ നിബന്ധനകൾക്ക് വഴങ്ങി തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ബോർഡുകൾ സ്ഥാപിച്ചും ഒപ്പം തന്നെ പണം ലഭിക്കാനായി അത്തരം നിബന്ധനകൾക്ക് വഴങ്ങി മുന്നോട്ട് പോയ സാഹചര്യമുണ്ട്. പിന്നെ എന്തിന് വിദ്യാഭ്യാസ വകുപ്പ് മാത്രം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു? ഒരു വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത്. പക്ഷേ അപ്പോഴും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നയം തന്നെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം തന്നെ അധ്യാപക സംഘടനകളും ഒപ്പം സാമുദായിക സംഘടനകൾ ഉൾപ്പെടെയുള്ളവരും ഈ വിഷയത്തിലുള്ള എതിർപ്പ് ഉയർത്താനുള്ള കാരണം. ആ വിഷയത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ മറുപടിയിലേക്ക് എത്താൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് PM ശ്രീയിൽ ഉള്ള ബൈലോ പൂർണ്ണമായും വായിച്ചു നോക്കിയാൽ അതിൽ അങ്ങനെ ഒരു ക്ലോസ് ഇല്ല എന്ന ന്യായീകരണം കൂടി വിദ്യാഭ്യാസ വകുപ്പ് ഉയർത്തുന്നുണ്ട്. ശരി, എന്തായാലും PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്ന് കാണുക. PM ശ്രീ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പരിപാടിയാണ്.